ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിയുന്ന സംഗതിയല്ലേ? ആവാൻ പറ്റുമോ? ഒരു ഖാദിന്റെ നിയമം എന്താ? മുജ്തഹിദ് ആവണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ ഷുറൂത്തുൽ ഖാദിയിൽ ഒന്നാമത് പറയുന്നത് മുജ്തഹിദ് ആവണം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാണ്ടിരിക്കുക. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹദീസൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ, സാധാരണ മലയാറല്ല. ഞാനൊന്നും അതിൽ പെടൂല, കളയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ, അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വോട്ടടക്കാം വേണമല്ലോ. കാരണം ഇവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ രസം. അങ്ങനെ മൂപ്പരൊക്കെ കിതാബ് ഓതിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞാൻ വിവരല്ല, എനിക്ക് കളിയാവണം, ആക്കിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അതിനാക്കാൻ കുറേ തയ്യാറും കുറേ ആൾക്കാർ തയ്യാറാണ്, രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂടെ നിന്നും കുറേ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസലി നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾ പേടിച്ചിട്ടല്ല. ഞങ്ങൾ ഈ ജനങ്ങളിൽ വിവരമില്ലാത്തവർ അധികമാകുമ്പം അവരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആഘോഷിക്കുകയാണ്, പല നിലക്കും ആഘോഷിക്കുകയാണ്. സമസ്തക്കെതിരാണത്. സമസ്തക്കെതിരെ സമസ്ത ഒരു CIC വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറില്ല. പണ്ട് അങ്ങനെയാണോ? പണ്ട് ഈ സാദാത്തുക്കളും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ സമസ്ത എന്ത് പറയുന്നു അതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇന്ന് അതിന് തയ്യാറല്ല. സമസ്തനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക, വേറെ സംഗതി ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് കരുതിയിരുന്നോളണം. നമ്മളല്ല, അവർ കരുതിയിരുന്നോളണം. നമ്മളടുത്ത് ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അന്ത്യഘട്ടത്തിൽ അത് എടുക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. അതിര് വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾ പല നിലക്കും അതിര് വിട്ടു പോകുന്നുണ്ട്. പല മഹല്ലുകളിലും ഖാദി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, പണ്ട് ഖാദിമാരല്ല ഇവിടെ, ഇപ്പോഴും ഇല്ല ഖാദിമാർ. അവരുടെ സ്ഥലത്ത് ഖാദിയാക്കിയാൽ അവിടുത്തെ ഖാദിയാണ്. ഈ വിവരമില്ലാത്തവനെ ഖാദിയാക്കിയാലും അവൻ അവിടുത്തെ ഖാദിയല്ലാവുള്ളൂ. വിവരമില്ലാത്തവനെ ഖാദിയാക്കി അവൻ അവിടുത്തെ അല്ലാതെ വേറെ ഖാദിയാകുമോ? ഇതെങ്ങനെ മനസ്സിലാകത്തത്? എന്നിട്ടെന്താ പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഖാദി ഫൗണ്ടേഷൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇപ്പം ഞങ്ങൾ തിരിയില്ലാന്ന് വിചാരിച്ചാ? അങ്ങനെ ഒന്നും എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഖാദി ഫൗണ്ടേഷൻ എന്ന സാധനം ഖാദിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യുഹൽ ഖാലി ബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അസൽനാക്കും. ഇതൊക്കെ നമ്മളിപ്പോൾ പിന്നെ ഖാദിൻ്റെ കിതാബ് എല്ലാത്ത കിതാബിൽ ഓതി പഠിച്ചിട്ടുണ്ട്, ഖാദിയാരെ പിരിച്ചിടുന്നൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തിരിയാത്തതെല്ലാം ഒക്കെ ഉള്ളതാണ്. ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ്. വല്ല രാഷ്ട്രീയം വളർത്താനാണെങ്കിൽ